My dear students, in this video we are discussing about the topic representation of characters. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ representation of integers കണ്ടു, representation of floating point കണ്ടു, then അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് representation of characters. representation of integers എങ്ങനെയായിരുന്നു? സൈനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്, കൂടാതെ ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ്, സെക്കൻഡ് കോംപ്ലിമെൻറ്റ് അല്ലെ, ടൂസ് കോംപ്ലിമെൻറ്റ് ഉണ്ട്. പിന്നെ representation of floating point എന്തായിരുന്നു? മാൻഡിസയും എക്സ്പോണൻറ്റും അല്ലേ. ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ എക്സ്പാൻഷൻ, അതായത് വട്ട് യു മീൻ ബൈ ആസ്കി എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ASCII. എന്താണ് ആസ്കി എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വാക്കിൻ്റെയും ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ എന്താണെന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളത് എഴുതി പഠിക്കുക. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. It is 7-bit code used to represent alphabetic and some special characters in computer memory. ഇതൊരു 7-bit കോഡാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം, ബിറ്റ് എന്ന് എന്താണെന്നറിയാം. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ഈ ആസ്കി കോഡ് യൂസ് ചെയ്യുന്നത് 7-bit കോഡായിട്ടാണ് ആസ്കി യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ നമുക്ക് ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയൊക്കെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി US ഗവൺമെൻറ്. ഈച്ച് ക്യാരക്ടേഴ്സ് ഇൻ ദ കീബോർഡ് ഹാസ് എ യൂണീക്ക് നമ്പർ. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നമ്മുടെ കീബോർഡിൽ കാണുന്ന ഓരോ നമ്പേഴ്സിനും, ഓരോ ക്യാരക്ടേഴ്സിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഈ US ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്കി കോഡ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ആസ്കി കോഡ് ഓഫ് A ഈസ് 97. അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിളിൻ്റെ അകത്ത് ഞാനിപ്പം സ്മോൾ ലെറ്റർ A തൊട്ട് Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെ ആസ്കി കോഡും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ A to Z വരെയുള്ള ആൽഫബറ്റ്സിൻ്റെ ആസ്കി കോഡും കാണിച്ചിട്ടുണ്ട്. ഇതിലെ എയുടെ ആസ്കി കോഡെന്ന് പറയുന്നത് 097 ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എയുടെ ആസ്കി കോഡ് 97 ആണ്, ബിയുടെ 98, സി 99, ഡി 100. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് ഇസഡിൻ്റെ ആസ്കി കോഡ് എത്ര വരും? 122. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സ്മോൾ ലെറ്റർ എ തുടങ്ങുന്നത് 97 ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ തുടങ്ങുന്നത് 65 ആയിരിക്കും. അപ്പോൾ ഇതിന് കറസ്പോണ്ട് 65ൻ്റെ ബൈനറി കോഡ് 7 ബിറ്റിൽ കാണിച്ചിരിക്കുന്നതാണ് 01000001 എന്ന്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറെ ബൈനറി ലോഗ് മാറ്റുന്നത്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ ബൈ 2 അല്ലേ. അപ്പം നമ്മൾ 65നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈനറി ഫോമിനെ എത്ര ബിറ്റിലാണ് കാണിക്കേണ്ടത്? 7 ബിറ്റിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യമേ 00 എന്ന് പറഞ്ഞ എല്ലാത്തിൻ്റെയും കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പോൾ കിട്ടുന്ന ഫോമിൽ 5 ഉള്ളെങ്കിൽ ബാക്കി റിമൈനിങ് നമ്മൾ 2 0 കൂടെ ഇട്ട് കൊടുത്ത് 7 ബിറ്റാക്കി കാണിക്കും. അപ്പം സ്മോൾ ലെറ്റർ എയുടെ ആസ്കി കോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 97ലാണ്. ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി കോഡ് 65 ആണ്. അപ്പോൾ 65, 66 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആണ്. 67 എന്ന് പറയുന്നത് സി, 68 ഡി, അപ് ടു ക്യാപിറ്റൽ ലെറ്റർ ഇസഡിൻ്റെ എവിടെ വരെ പോകും? 90 അവസാനിക്കുന്നത്. പക്ഷേ സ്മോൾ ലെറ്റർ എയുടെ തുടങ്ങുന്നത് 97 ആണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറഞ്ഞു കീബോർഡിൻ്റെ അകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിന്, അപ്പോൾ നമ്മളവിടെ ക്യാപിറ്റൽ ലെറ്റർ ABCDയും സ്മോൾ ലെറ്റർ ABCDയും മാത്രമല്ല നമ്മൾ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഈക്വൽ, ലെസ് ദാൻ, പ്ലസ്, മൈനസ്, ഗ്രേറ്റർ ദാൻ, കേളി ബ്രാക്കറ്റ് തുടങ്ങിയ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആസ്കി കോഡുകളും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതും ഏതിലാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം എയുടെ ആസ്കി കോഡ് 65ഉം സ്മോൾ ലെറ്റർ എയുടെ ആസ്കി കോഡ് 97 ആണ്. ഓക്കെ, വി ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി 128 ക്യാരക്ടേഴ്സ് ബൈ യൂസിങ് ആസ്കി. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു റെപ്രസെൻറ്റ് ഓൾ ദി ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റാൻഡേർഡ് കീബോർഡ്. അപ്പം നമ്മൾ ഈ ആസ്കി കോഡിൻ്റെ അകത്ത് 128 ക്യാരക്ടേഴ്സിനെയാണ് ആസ്കി വാല്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ 128 ക്യാരക്ടേഴ്സാണ് കീബോർഡിൽ കാണുന്ന 128 ക്യാരക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡുകൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ്കി എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇത് 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് എബ്സിഡിക് എന്ന് പറയും. EBCDIC എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നാണ് എബ്സിഡിക്കിൻ്റെ എക്സ്പാൻഷൻ. എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇത് 8 ബിറ്റ് കോഡ് ആയിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആസ്കി എത്രയായിരുന്നു? 7 ബിറ്റ് ആണെങ്കിൽ എബ്സിഡി കോഡ് എത്രയാണ്? 8 ബിറ്റ്. ഓക്കെ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IBM. ആസ്കി കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US ഗവൺമെൻറ് ആണെങ്കിൽ എബ്സിഡിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IBM ആണ്. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് മിഷനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ 28 ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ യൂസിങ് ദിസ്. അപ്പം നമ്മൾ ഈ എബ്സിഡി കോഡ് വെച്ച് നമുക്ക് 28 എന്ന് വെച്ചാൽ 256 ക്യാരക്ടേഴ്സ് നമുക്കിത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മുടെ ആസ്കി കോഡ് വെച്ച് 128 ക്യാരക്ടേഴ്സാണ് ആസ്കിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എബ്സിഡിക്കിൽ എത്ര റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് ഇസ്കി എന്ന് പറയും. മറ്റേത് എബ്സിഡിക് ആയിരുന്നു, ആദ്യത്തേത് ആസ്കി ആണ്. ഇതിനെ നമ്മൾ ഇസ്കി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പം ആസ്കി എന്ന് വെച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണെങ്കിൽ ഇന്ത്യയുടെയാണ് ഇസ്കി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇറ്റ് യൂസ് 8 bit to represent data and introduced by the Standardization Committee and adopted by the Bureau of Indian സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ BIS അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഉള്ളത്. ആസ്കി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? US ഗവൺമെൻറ് ആണ്. എത്ര ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്? 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഉള്ളത്. എന്നാൽ ഇസ്കി അതിൽ 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 128 ക്യാരക്ടേഴ്സിനെയാണ് ആസ്കി റെപ്രസെൻറ്റ് ചെയ്തത്. ദെൻ എബ്സിഡിക്ക് വന്നപ്പോൾ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ 256 2⁸ എന്ന് പറയുന്നത് എത്രയാണ്? 256. ഇവിടെ നമ്മൾ 28 ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദിസ് എന്നാണ് കണ്ടത്. 28 എന്നല്ല അത് വായിക്കേണ്ടത്, 2⁸ എന്നാണ്. 2 × 2 × 2 അങ്ങനെ 8 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2⁸ ഈക്വൽ ടു 256. നമ്മൾ നേരത്തെ കണ്ട ആസ്കിയിൽ 128 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ 2⁻7 2നെ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 128 കിട്ടുന്നത്. എന്നാൽ എബ്സിഡിക്കിലേക്ക് വന്നപ്പോൾ ഇത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ 2⁸ ഈക്വൽ ടു ടോട്ടൽ എത്ര വരും? 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ്കിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചിലേക്ക് വന്നപ്പോൾ അവിടെയും 8 ബിറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ എത്ര ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 2⁸ ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ആണ്. ഓക്കെ. അടുത്തതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. The limitation to store more characters is solved by the introduction of Unicode. It uses 16 bits. So 2⁻16 equal to 65536 characters. അപ്പോൾ ആദ്യത്തെ ആസ്കി കോഡിൻ്റെ അകത്ത് 2⁻7 ഈക്വൽ ടു എത്രയായിരുന്നു? 128 ക്യാരക്ടേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എബ്സിഡിക്ക് കോഡ് വന്നപ്പോൾ 2⁸ ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇസ്കി വന്നപ്പോഴും 2⁸ ഈക്വൽ ടു 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ഇതിനേക്കാളും ഒരുപാട് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഈ യൂണിക്കോഡിൻ്റെ അകത്ത് 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 2⁻60 2നെ 16 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 16 എന്നല്ല, 2 × 2 × 2 × 2 അങ്ങനെ 16 പ്രാവശ്യം 2 × 2 × 2 × 2 ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് 65,536 എന്ന് പറയുന്നത്. അത്രയും ക്യാരക്ടേഴ്സിനെ യൂണിക്കോഡ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് വേൾഡിലുള്ള എല്ലാ റിട്ടൺ ലാംഗ്വേജ് ക്യാരക്ടേഴ്സിനെയും യൂണിക്കോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 4 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നാമത്തേതാണ് ആസ്കി കോഡ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ എന്തായിരുന്നു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് US ഗവൺമെൻറ് ആണ്. 7 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. അപ്പോൾ 2⁷ = 128 ക്യാരക്ടേഴ്സിനെ ഈ ആസ്കി കോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി അടുത്തതാണ് എബ്സിഡിക് കോഡ് എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് അല്ലേ. ഇതിൻ്റെ അകത്ത് എത്ര ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്? 8 ബിറ്റ്. എന്ന് വെച്ചാൽ 2⁸ = 256 ക്യാരക്ടേഴ്സിനെ എബ്സിഡിക് കോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് ഇസ്കി. അപ്പോൾ ഈ എബ്സിഡിക് കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IBM ആണ്, ഇൻ്റർനാഷണൽ ബിസിനസ് മിഷനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇസ്കി എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൻ്റെ അകത്ത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ 2⁸ = 256 ക്യാരക്ടേഴ്സിനെ ഇതിൽ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ആണ്. അടുത്തതാണ് യൂണീക് കോഡ്. അപ്പോൾ ഈ ഒരു എല്ലാ കോഡുകളുടെയും ലിമിറ്റേഷൻ ഉണ്ട്. ആദ്യത്തതിൽ 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു, 128 ക്യാരക്ടേഴ്സിനെ പറ്റുള്ളൂ. രണ്ടാമത്തതിലും മൂന്നാമത്തെ, അതായത് എബ്സിഡിക്കിലും ഇസ്കിയിലും 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്, 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് യൂണീക് കോഡ് വന്നത്. യൂണീക് കോഡിൽ എത്ര ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്? 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ 2⁻16 = 65,536 ക്യാരക്ടേഴ്സിനെ, വേൾഡിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ യൂണീക് കോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോസ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓഡിയോസ്, വീഡിയോ, ഇമേജ് ഇപ്പോൾ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ്. വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ഇമേജ്, ഓഡിയോ ആൻഡ് വീഡിയോ ഡാറ്റ. അപ്പോൾ ഒരുപാട് മെത്തേഡ്സുകൾ ഈ ഓഡിയോയും ഇമേജുകളും വീഡിയോസും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എ ഫയൽ, അതൊരു ഇമേജ് അല്ലെങ്കിൽ ഇമേജ് ഓർ ഓഡിയോ ഓർ വീഡിയോ കൺസിസ്റ്റ് ഓഫ് 2 parts. Header information such as file name, its size, format, etc. and image data, a compressed form of value, pixels, intensity. അതായത് ഇമേജ്, ഒരു ഫയൽ എടുക്കുകയാണ്, അത് ഇമേജ് ആകാം, ഓഡിയോ ആകാം, വീഡിയോ ആകാം. അതിന് 2 പാർട്ടുണ്ട്. ഒരു ഹെഡർ ഇൻഫർമേഷൻ പാർട്ടുമുണ്ട്, കൂടാതെ ഒരു ഇമേജ് ഡേറ്റയും ഉണ്ട്. ഹെഡർ ഇൻഫർമേഷൻ പാർട്ടിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഫയൽ. നമ്മളിപ്പോൾ ഒരു പിക്ചർ എടുക്കുകയാണ് പെയിൻറ്റിൻ്റെ അകത്ത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഡിയോയോ വീഡിയോയോ എന്തെങ്കിലും സേവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യമേ കൊടുക്കുന്നത് എന്താണ്, ആ ഫയലിൻ്റെ നെയിം കൊടുക്കും അല്ലേ. ഫയൽ നെയിം കൊടുത്തിട്ട് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇമേജിൻ്റെ ഡേറ്റ, ഏത് ഇൻറ്റൻസിറ്റി, അതായത് JPEG ആണോ, PDF ആണോ, അല്ലെങ്കിൽ എന്താണ് VLC ആണോ, ഏതാണ് അതിൻ്റെ ഫോമാറ്റ്, BMP ആണോ എന്നൊക്കെ, PNG ആണോ നമ്മൾ കൊടുക്കാറില്ലേ. നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ആദ്യമേ ഫയൽ നെയിം കൊടുക്കും, തൊട്ട് താഴെ അതിൻ്റെ ഇമേജ് ഡേറ്റയും കൊടുക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ സേവ് ചെയ്യുന്ന ആ ഫയൽ നെയിം അല്ലെങ്കിൽ ആ ഫോമാറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അതിന് പറയുന്ന പേരാണ് ഹെഡർ ഇൻഫർമേഷൻ പാർട്ടെന്നും. തൊട്ട് താഴെ നമ്മൾ കൊടുക്കും ഏത് ടൈപ്പാണ്, JPEG ആണോ, വേർഡ് ആണോ, ഇമേജ് അതായത് BMP ആണോ, TIFF ആണോ, GIF ഫയലാണോ, PDF ഫയലാണോ, Excel ഫയലാണോ, ആ ടൈപ്പ് കൊടുക്കാറില്ലേ, അതിന് പറയുന്ന പേരാണ് ഇമേജ് ഡേറ്റ. ഓക്കെ, ഇമേജ് ഫയൽ ഫോമാറ്റ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ് ഫയൽ ഫോമാറ്റ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. JPEG ഉണ്ട്. JPEG എന്ന് വെച്ചാൽ എന്താണ്, ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വട്ട് യു മീൻ ബൈ JPEG എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ, ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. അടുത്തതാണ് BMP, ബിറ്റ് മാപ്പ്. അതുപോലെയാണ് TIFF, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോമാറ്റ്. അതുപോലെയാണ് GIF, ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോമാറ്റ്. PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഇതിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണമുണ്ട്, ഇത് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് JPEG, JPEG എന്നേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെന്ന് എഴുതണ്ടേ, ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. വാട്ട് യു മീൻ ബൈ BMP, bitmap. What do you mean by TIFF, tagged image file format? What do you mean by GIF,
ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. വാട്ട് യു മീൻ ബൈ PNG? പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. ഇമേജ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ് ഇതാണ്. ഇനി ഓഡിയോ ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. WAV ഉണ്ട്, MP3 ഉണ്ട്, MIDI ഉണ്ട്, AIFF ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഫയൽ ഫോർമാറ്റ് AVI ഉണ്ട്, JPEG 2 ഉണ്ട്, WMVE എക്സെട്ര ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്ക് ഇതാണ്. ഇമേജ് ഫയൽ ഫോർമാറ്റിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. JPEG എന്താണെന്നും BMP എന്താണ്, TIFF എന്താണ്, GIF എന്താണ്, PNG എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്. ഓഡിയോ ഫയൽ ഫോർമാറ്റിൽ ഞാൻ WAV എന്നേ കൊടുത്തിട്ടുള്ളൂ, ബ്രാക്കറ്റിൽ എന്താണ് WAV എന്ന് കൊടുത്തിട്ടില്ല, എക്സ്പാൻഷൻ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓഡിയോ ഫയൽ നോട്ട് എഴുതുമ്പോൾ ഓഡിയോ ഫയൽ ഫോർമാറ്റ് WAV എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്താണ് WAV എന്ന് എഴുതുക. അതുപോലെ MP3 ബ്രാക്കറ്റിൽ എന്താണ് MP3, ദെൻ MIDI എന്താണ് MIDI, അതുപോലെ തന്നെ AIFF ബ്രാക്കറ്റിൽ എന്താണെന്ന് എഴുതുക. വീഡിയോ ഫയൽ ഫോർമാറ്റിൻ്റെ AVI എന്ന് എഴുതി ബ്രാക്കറ്റിൽ അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കണം. JPEG 2 എഴുതി ബ്രാക്കറ്റിൽ അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. WMV എഴുതി ബ്രാക്കറ്റിൽ അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്. നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക WAV എന്താണ്, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തില്ലേ JPEGൻ്റെ എക്സ്പാൻഷൻ എന്താണ്, ജോയിൻ പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്താൽ മതി, എക്സ്പാൻഷൻ ഓഫ് WAV എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ അത് കാണാൻ പറ്റും. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിയോ ഇമേജ് വീഡിയോസിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിൽ നമ്മൾ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് പഠിച്ചു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നന്നായിട്ടിത് പഠിക്കുക. താങ്ക് യു.